ഹല്ലേലൂയ 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 ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. എൻ കർത്താവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രികാലവും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ രാത്രികാലം ന്യൂ ലൈഫ് ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രികാലം അറിയിക്കുകയാണ്. ഒരുമിച്ച് ചില ഗാനങ്ങളെ പാടി നമുക്ക് ആ ദൈവത്തെ ആരാധിച്ച് തുടർന്നുള്ള വചന ശുശ്രൂഷയിലേക്കൊക്കെ മൈക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം കർത്താവ് ഈ സോഷ്യൽ മീഡിയ വഴിയിൽ കർത്താവിൻ്റെ നാമത്തെ ഓർത്തുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ, വചനം ശുശ്രൂഷിക്കുവാനൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായി കർത്താവ് എങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരേത് സാഹചര്യത്തിൽ നടുവിലായിരുന്നാലും കർത്താവ് ഈ മീറ്റിംഗ് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവം കർത്താവെ ഞങ്ങളെ നിർത്തുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ ശബ്ദവും വെളിച്ചവും കർത്താവെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തിന്റെ പാദപീഠത്തിലായിരിക്കും തിരുസാന്നിധ്യം കൂടിയിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ആ നല്ല കർത്താവിനെ, ആരാധനയ്ക്ക് യോഗ്യനായ നല്ല കർത്താവിനെ, ഹല്ലേലൂയ, അഭിഷേകത്തെ തരുന്ന നല്ല കർത്താവിനെ, ആശ്വാസവും നമ്മുടെ ആശ്വാസവും നമ്മുടെ ആശ്രയവും നമ്മുടെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകമെമ്പാടും കൊറോണ വൈറസ് എന്ന മഹാമാരിയാൽ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് പറയുവാൻ കഴിയും, നമ്മുടെ ആശ്വാസം നമ്മുടെ കർത്താവ്, നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവ്. അവനാണ് നമ്മുടെ ഇമ്പം, അവനാണ് നമ്മുടെ ഇണ. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ മാത്രം നമ്മൾ ആരാധിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നായകൻ
ഹല്ലേലൂയ 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 പാടുകാരൻ പറയുന്നു, അവനാണ് നമ്മുടെ ആശ്വാസം, അവനാണ് നമ്മുടെ ആശ്രയം. ആ നല്ല കർത്താവിനെ മാത്രം ആരാധിക്കും. ഈ രാത്രി കാലത്തിൽ പറയുവാൻ കഴിയും, നമ്മുടെ ആശ്രയം, നമ്മുടെ ആശ്വാസം, നമ്മുടെ ഹല്ലേലൂയ എല്ലാം നമ്മുടെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ഈ രാത്രി കാലങ്ങളിൽ പേർക്ക് പറയുവാൻ കഴിയും, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ കർത്താവേ അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം, ഹല്ലേലൂയ 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 ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അങ്ങേ ആരാധിക്കുന്നു. നമ്മുടെ ചിന്ത, നമ്മുടെ ആശ എന്റെ കർത്താവ് മാത്രമാണ്. എത്ര നമുക്ക് രാത്രികാലം പറയുവാൻ കഴിയും? വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഒരിക്കൽ ചെറുപ്പം വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ കർത്താവേ അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം, ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ
താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാം മെച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാം മെച്ചിടുന്നേ. ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ. സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ. ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ നായകനേ, കർത്താവേ കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാം മെച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാം മെച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ അങ്ങേ നാം മെച്ചിടുന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ, പോകേണ്ട വഴി എന്നെ കാണിക്കണമേ. അത് കൂരിരുളായിരുന്നാലും താഴ്വരയായിരുന്നാലും എൻ്റെ കൂടെ ഇരിക്കുന്നൊരു നല്ല കർത്താവ്. നമുക്കറിയാം, വചനം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അത് ഏത് കൂരിലുള്ള താഴ്വരയായിരുന്നാലും എൻ്റെ കൂടെ നടക്കുന്നൊരു നല്ല കർത്താവുണ്ട്. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തീർത്തില്ല, ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, എൻ്റെ കർത്താവ് കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചൊരു നല്ല ദൈവം. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവം. ജീവകാലം മുഴുവനും നമ്മെ നല്ല വഴിയിൽ നടത്തുന്ന നല്ലൊരു കർത്താവ്. ഹല്ലേലൂയ. നോക്കിയവർ പ്രകാശിതരായി, യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരായി, യേശുവിന്റെ സന്നിധിയിൽ. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മുഖത്തുപെടുന്ന ഹല്ലേലൂയ. നോക്കിയവൻ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവൻ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. നോക്കിയവൻ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവൻ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ.
യഹോവ അത് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ അത് കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആമേൻ. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നോക്കിയവർ പ്രകാശിതനായി, നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവം ജീവകാലം മുഴുവൻ നമ്മെ നൽവഴിയിൽ നടത്തുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് കരമടി ചേർന്നാണ് ബന്ധപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ജീവകാലം മുഴുവൻ ജീവകാലം മുഴുവൻ നൽവഴിയിൽ നടത്തും. ഹല്ലേലൂയ. ജീവകാലം മുഴുവൻ നൽവഴിയിൽ നടത്തും. നോക്കിയവർ പ്രകാശിതരായി, നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്. താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഹല്ലേലൂയ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പണികൾ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പണികൾ പിടിച്ചെടുത്തു. പാവനവീണം തന്നു പാപത്തിൻ കരമുക്കി. പാവനവീണം തന്നു പാപത്തിൻ കരമുക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടുക്കാം. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ
അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പണിയാൽ പീഡിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പണിയാൽ പീഡിച്ചെടുത്തു. പാപനവീണം തന്നു പാപത്തിൻ കരമുക്കി, പാപരാധീനം തന്നു പാപത്തിൻ കരമുക്കി, രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ നല്ല കർത്താവ്, ആ നല്ല കർത്താവിനെ ഈ രാത്രികാലവും നാം ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സുന്ദരരൂപനായ നല്ല കർത്താവ് നമ്മുടെ പ്രത്യാശ മേഘത്തിൽ വരുമ്പോൾ ആ നല്ല സുന്ദരരൂപനെ കാണാമെന്നുള്ള പ്രത്യാശയോടെയാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴുകിടുമേ, 1000 ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ, എനിക്കായി ഒരുക്കിയ വീട്ടിൽ. ഹല്ലേലൂയ. പൊന്മണിമാലയെ അവൻ നമുക്ക് തരും ഒരു ശുഭ്രവസ്ത്രം. നാഥൻ നമ്മെ ധരിപ്പിച്ച് കണ്ണുനീരാകി ഒഴിഞ്ഞെടുത്തൊരു ദിവസം വരാൻ വേണ്ടി പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? അവിടെ രാപ്പകലില്ല, പ്രശോഭിതമായൊരു നല്ലൊരു നാട്, ജീവജല നദി അവിടെ ഉണ്ട്, ജീവമരങ്ങളുമായി നിലകൊള്ളുന്ന ഒരു ദേശം. ആ ഒരു നല്ല ദേശം നമ്മൾ പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത്. ആ നല്ല കർത്താവിനെ ഹല്ലേലൂയ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം സന്തോഷത്തോടെ. സുന്ദരരൂപനെ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഈ മേഘമതിൽ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. സഹിച്ചവരും കല്ലേറണീടി കൊണ്ടുവരിച്ചവരന്ന് മശിഹായോട് വാഴുമനാഥൻ. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറണീടി കൊണ്ടുവരിച്ചവരന്ന് മശിഹായോട് വാഴുമനാഥൻ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴുകിടുമേ, 1000 ആണ്ട് വസിക്കും അവനുടെ നാട്ടിൽ, എനിക്കായി ഒരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴുകിടുമേ, 1000 ആണ്ട് വസിക്കും അവനുടെ നാട്ടിൽ,
യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ ഓ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം റബ്ബകളിലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടും റബ്ബകളിലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടും അവിടെ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം റബ്ബകളിലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടും അവിടെ റബ്ബകളിലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടും അവിടെ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം 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 ശുദ്ധരെല്ലാം പാടും തന്റെ വരവിൽ ശുദ്ധരെല്ലാം പാടും തന്റെ വരവിൽ ആർക്കും ഘോഷിച്ചു ആനന്ദവല്ലഭനെ എതിരേൽക്കാം ആർക്കും ഘോഷിച്ചു ആനന്ദവല്ലഭനെ എതിരേൽക്കാം പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനെ നിൻമുഖം കണ്ടുകൊതിരാനുണ്ട് എനിക്കാശ പരനെ നിൻമുഖം കണ്ടുകൊതിരാനുണ്ട് എനിക്കാശ സുന്ദര രൂപനെ ഈ വേഗമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദര രൂപനെ ഈ വേഗമതിൽ വേഗം കാണാം പ്രേമകാന്തനെ കാണാം കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം 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 യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ
അല്പസമയത്തിന്റെ ഭാഷകളിലായിരിക്കും സ്ഥാനങ്ങളിൽ ദൈവത്തെ മറന്നുകൊണ്ട് ആ സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് ഇത് രാത്രികാലം ആ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ഒരു നിമിഷം എല്ലാ കണ്ണുകളും ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? മാർവിൽ ചാരിട എല്ലാം പറയാ വിശ്വസനവൻ വീരനാണവൻ. രാത്രികാലം എത്ര പേര് പറയാൻ കഴിയും? കർത്താവിന്റെ മാർവിലും ചാരി ആ വിശ്വസ്തനായ നല്ല കർത്താവിനോട് എല്ലാം പറയാം. മനുഷ്യരോട് പറഞ്ഞ ഒരു പക്ഷേ അവർ മറ്റുള്ളവരോട് പറയും. എന്നാലും കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീയും കർത്താവ് മാത്രം അറിയും. എത്ര പേർക്ക് രാത്രികാലം അവിശ്വസ്തനായ നല്ല കർത്താവിനോട് പറയുവാൻ കഴിയും? അവൻ നമ്മുടെ ഉപനിധിയാണ്, അവൻ നമ്മുടെ ഓഹരിയാണ്, അവനൊരു നിക്ഷേപമാണ്, അവനാണ് എൻ്റെ ആശ്രയം, അവനാണ് എൻ്റെ മറവിടം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ വർണ്ണിക്കുവാൻ ഇനിയും ധാരാളം പേരുകൾ ഇങ്ങനെയുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ കോട്ട, അവൻ നമ്മുടെ ശരണം, അവൻ നമ്മുടെ പരിച, അവൻ നമ്മുടെ പാറ, അവൻ നമ്മുടെ ജീവജല, അവൻ നമ്മുടെ ഉറവ. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഉടയവൻ, അവൻ നമ്മുടെ ഭുജബലൻ, അവൻ നമ്മുടെ ഇമ്പമാണ്. എത്ര പേർക്ക് രാത്രികാലം എൻ്റെ കോട്ടയുമേ എൻ്റെ ശരണവുമേ അങ്ങന്റെ പരിചയുമേ എൻ്റെ പാറയുമേ എൻ്റെ ജീവജലമേ അങ്ങന്റെ ഉറവയാണ്. എൻ്റെ കോട്ടയുമേ എൻ്റെ ശരണവുമേ അങ്ങന്റെ പരിചയുമേ എൻ്റെ പാറയുമേ എൻ്റെ ജീവജലമേ അങ്ങന്റെ ഉറവയാണേ. മാർവിൽ ചാരിട എല്ലാം പറയാ വിശ്വസനവൻ വീരനാണവൻ. മാർവിൽ ചാരിട എല്ലാം പറയാ വിശ്വസനവൻ വീരനാണവൻ. എൻ്റെ ഉപനിധിയേ എൻ്റെ ഓഹരിയേ അങ്ങന്റെ നിക്ഷേപമേ എൻ്റെ ആശ്രയമേ എൻ്റെ മറവിടമേ എന്നെന്നും സങ്കേതമേ എൻ്റെ ഉപനിധിയേ എൻ്റെ ഓഹരിയേ അങ്ങന്റെ നിക്ഷേപമേ എൻ്റെ ആശ്രയമേ എൻ്റെ മറവിടമേ എന്നെന്നും സങ്കേതമേ
ചാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. അമർവിൽ ചാരിടാം, എല്ലാം പറയാം. വിശ്വസ്തനവൻ, വീരനാണവൻ. ഒരു നിമിഷം എല്ലാ കടകളും ഒരു നിമിഷം നല്ല കർത്താവെ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം ഞങ്ങൾക്ക് ഇതുവരെയും പാടുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മുഖപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായി കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ രാത്രികാലം ഞങ്ങൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കർത്താവെ ആരാധന, ഈ മീറ്റിംഗ് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. ഈ ലൈവ് കഴിഞ്ഞും കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ തിരുകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ അഭിഷിക്തനെ കർത്താവെ ദൈവശക്തമായി എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, ഭാരപ്പെട്ടിരിക്കുന്നവർക്ക്, സമാധാനമില്ലാതിരിക്കുന്നവർക്ക് കർത്താവെ ഈ ആരാധന അല്ലെങ്കിൽ ഈ കർത്താവ് വചന ശുശ്രൂഷ അവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം കർത്താവെ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയും തിരുകരേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിൽ നന്ദി. സകല യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ധന്യ തിരുനാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂ ലൈഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ഇതുവരെയും പാടുവാൻ, ആരാധിക്കുവാനൊക്കെ ലഭിച്ച നല്ല ഭാഗ്യത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൽ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ വിനു കെ തങ്കയ്യ അവർക്ക് കൃപ പ്രയർ മിനിസ്ട്രി എന്ന ടീമിന്റെ പ്രത്യേക നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി കൃപ പ്രയർ മിനിസ്ട്രി ടീമിന്റെ ഡയറക്ടറും സഭാ ശുശ്രൂഷനുമായിരിക്കുന്ന പാസ്റ്റർ പ്രതീഷ് തമ്പി അവരുകളെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അവരുടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം ഈ ഗ്രൂപ്പിലെ ദൈവമക്കളോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ജീവിതത്തിൽ തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ഈ മാധ്യമത്തിലൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ തന്നുവല്ലോ. ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ക്രിസ്തുവേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ആരംഭത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ചില മിനിറ്റുകൾ കൂടി ആയിരിക്കാം. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ 1-2 കാര്യങ്ങൾ മാത്രം ദൈവവചനത്തിൽ സംസാരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം, നമ്മെ ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്ന ഘടകമെന്ന് പറയുന്നത് ഹല്ലേലൂയ ഇത്തരത്തിലുള്ളൊരു വെളിപ്പാടാണ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം തന്നെ മക്കൾക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കാലഘട്ടത്തിൻ്റെ അകത്ത് ഈ കഷ്ടതയുടെ നടുവില്, ഈ കണ്ണുനീരിൻ്റെ നടുവില്, ഈ വേദനയുടെ നടുവില് എടുക്കപ്പെടുന്ന ഒരു വെളിപ്പാട്.
വെളിപ്പാട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആരംഭത്തിൽ തന്നെ അങ്ങനെ ഒരു വെളിപ്പാട് കിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞൊടി നേരത്തിനുള്ളിൽ നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, നിന്റെ സാഹചര്യത്തെ മാറ്റുന്ന, നിന്റെ അവസ്ഥയെ മാറ്റുന്ന, ഹല്ലേലൂയ, നിന്റെ ചിന്താമണ്ഡലത്തെ മാറ്റുന്ന, നിന്റെ വേദനകളെ മാറ്റുന്ന, നിന്റെ കണ്ണുനീരിനെ മാറ്റുന്ന, നിന്റെ ഭാരങ്ങളെ എടുത്ത് മാറ്റുന്ന ഏറ്റവും വലിയൊരു അനുഭവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിൽ കാണുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, അതെ, അങ്ങനെ ഒരു ഞൊടി നേരത്തിനുള്ളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവം വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഒരു അനുഭവം വെളിപ്പെടും എന്നുള്ള നിശ്ചയവും പ്രത്യാശയുമാണ് നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. ലോക്ക്ഡൗൺ വന്നു, വിവിധമായ പ്രശ്നങ്ങൾ വന്നു, വെള്ളപ്പൊക്കങ്ങൾ വന്നു, അനർത്ഥങ്ങൾ പലത് വന്നു. ഹല്ലേലൂയ. പക്ഷേ ദൈവമക്കൾ ഏത് സാഹചര്യത്തിൻ്റെ അകത്തും ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. കാരണം എന്താ? ഈ സാഹചര്യം മാറുമെന്ന് ഉറപ്പുള്ള ഒരു കൂട്ടം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവമായി മക്കളാ. ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങൾ, ഈ അവസ്ഥ മാറുമെന്ന് ഹല്ലേലൂയ അറിവുള്ള ഒരു കൂട്ടം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ പ്രത്യാശയുള്ള ഒരു കൂട്ടമാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവർക്ക് മാത്രം ഇന്ന് രാത്രിക്കാല ആ അനുഭവം അറിഞ്ഞവർക്ക് മാത്രം ഹല്ലേലൂയ സ്തോത്രം സന്തോഷത്തിലായിരിക്കണം വകയുണ്ട്. കാരണം നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന സെക്കൻഡുകൾക്കകത്ത് നിന്നെ മാറ്റിമറിക്കുന്ന, ലോകം കാണാൻ പോകുന്ന, ലോകം കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അത് തന്നെ കർത്താവിന്റെ മടങ്ങി വരവ്. ആമേൻ. സ്തോത്രം. ഒരു മനുഷ്യന് സ്തോത്രം പ്രധാനമായി ഒരു വിശ്വാസം സംബന്ധിച്ചുള്ള രണ്ട് ശരീരങ്ങളിൽ സ്തോത്രം അവൻ ആയിത്തീരുവാൻ ഇടയുണ്ടാവും. അതിൽ ഏറ്റവും സ്തോത്രം ഒരു മനുഷ്യനാണോ അവൻ സ്വതന്ത്രം അണിയുന്ന ആദ്യത്തെ ശരീരം എന്ന് പറയുന്നത് ഒരു പ്രാകൃത ശരീരമാണ്. പ്രാകൃത ശരീരം. സ്വതന്ത്രം ഞാൻ അണിഞ്ഞിരിക്കുന്ന പ്രാകൃത ശരീരമാ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന പ്രാകൃത ശരീരമാ. ഹല്ലേലൂയ. ഈ പ്രാകൃത ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ശരീരം ഒത്തിരി വേദന ചുമക്കുന്നതാ. സ്തോത്രം. ഈ പ്രാകൃത ശരീരം എന്ന് പറയുന്നത് ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം തീയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതാ. സ്തോത്രം. ഈ പ്രാകൃത ശരീരം എന്ന് പറയുന്നത് വേദനകളൊക്കെ സ്വതന്ത്രം താങ്ങി നടക്കുന്നതാ. സ്തോത്രം. ഇത് ഒത്തിരി കാര്യങ്ങളിലൂടെ ഈ പ്രാകൃത ശരീരം കടന്നു പോകണം. ആമേൻ. സ്തോത്രം. കാരണം പാപം ആദാമിലൂടെ ഹല്ലേലൂയ ആദിമ മനുഷ്യനിലൂടെ വെളിപ്പെട്ടത് കൊണ്ട് സ്തോത്രം ആ ജഡം എന്ന് പറയുന്നത് സ്വതം പ്രാകൃതമായി. ഈ ജഡം സ്തോത്രം തിരികെ ഏൽപ്പിക്കണം. ഭൂമിയിൽ നിന്ന് എടുത്തത് സ്തോത്ര ഹല്ലേലൂയ അത് പാപമായതുകൊണ്ട്, അത് പാപത്തിലേക്ക് തിരിഞ്ഞത് കൊണ്ട് തിരികെ അതിനെ അങ്ങ് ഏൽപ്പിക്കണം. സ്തോത്ര. മണ്ണിൽ നിന്ന് എടുത്തത് ഹല്ലേലൂയ പാപത്തെ ജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരുവൻ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി ഇറങ്ങി വന്നു, മനുഷ്യനായി ജീവിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. ഹല്ലേലൂയ സ്തോത്ര. താൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്ര മരണപ്പെട്ടു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. പ്രാകൃത മനുഷ്യൻ പാപത്തിലൂടെ അവൻ പ്രാകൃത മനുഷ്യനായി. സ്തോത്രം. അപ്പൊ എന്റെ ശരീരം എങ്ങനെ അല്ലായിരുന്നു? എന്റെ ശരീരം ഹല്ലേലൂയ ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് പരിപൂർണ ആരോഗ്യമുള്ളവനായിട്ടാ. പക്ഷെ പാപം വന്നപ്പോൾ അവന്റെ ആരോഗ്യം ക്ഷയിച്ചു, ആയുസ് കുറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ഈ പ്രാകൃത ശരീരത്തിന് മറ്റു ചില പ്രത്യേകതകളുണ്ട്. നിന്നെ കരയുവാൻ പ്രേരിപ്പിക്കുന്നത് ഈ പ്രാകൃത ശരീരമാ. ഹല്ലേലൂയ. ആരെങ്കിലും അവഗണിക്കുമ്പോൾ മാറിയിരുന്ന് ഏങ്ങലടിക്കുന്നത്, ഒറ്റപ്പെടുന്ന അനുഭവിക്കുന്നത് ഈ പ്രാകൃത ശരീരമാ. എന്തിനേറെ പറയുന്നു, രാത്രിയുടെ യാമത്തിൽ നടന്നു നീങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു നായയോ ഊളനോ ഏതെങ്കിലും ഒരു വിളയിലൂടെ ഓടിയാൽ മതി, ഒച്ച കേട്ട് നമ്മൾ ഭയപ്പെടുന്ന കാര്യം എന്താ? നിന്റെ ശരീരം പ്രാകൃതമായത് കൊണ്ട്. നിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നീ തകർന്നു പോകുന്ന കാര്യം എന്താ? നിന്റെ ശരീരം പ്രാകൃതമായതുകൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഏതെങ്കിലും ഒരു ഭാരമോ പ്രയാസമോ നീ കടന്ന് നീ അതിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ അത് ചുമക്കേണ്ടുന്ന അനുഭവം വരുമ്പോ, ഏതെങ്കിലും രോഗം നിന്റെ ശരീരത്തിന് പിടിപെടുമ്പോ എന്തേ നീ ക്ഷീണിതനായി പോകുന്നു? നീ പ്രാകൃത മനുഷ്യനായതുകൊണ്ട്. ഈ ലോകത്ത് ഹല്ലേലൂയ പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ അതിജീവിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന അനേകരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കടഭാരം താങ്ങാൻ കഴിയുന്നില്ല, ഇന്ന ആള് മരണപ്പെട്ടു.
സ്തോത്രം ഇന്ന രീതിയിൽ കളിയാക്കി, അതുകൊണ്ട് അപമാനം കൊണ്ട് ഇന്ന വ്യക്തി മരിച്ചുപോയി. ഹല്ലേലൂയ. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല, ഇന്ന വിദ്യാർത്ഥി മരിച്ചു. ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല, ഇന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ. നൂറുകണക്കിനുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഹല്ലേലൂയ കേൾക്കുമ്പോൾ സ്തോത്രം ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിയണ, ഇതെല്ലാം പ്രാകൃത ശരീരത്തിനുള്ളതാ. ഹല്ലേലൂയ. പ്രാകൃത ശരീരം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് വേദനകൾ ചുമക്കേണ്ടി വന്നു. എങ്ങനെ ചുമക്കേണ്ടി വന്നു? പാപത്തിലൂടെ. പ്രാകൃത മനുഷ്യൻ ഈ പ്രാകൃത ശരീരത്തിൽ ഒരുപാട് വേദനകൾ മനുഷ്യൻ പേറേണ്ടി വന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലോകമെമ്പാടും ഈ വീഡിയോ എവിടേക്ക് ഷെയർ ചെയ്ത് പോയാലും എല്ലാ ദൈവമക്കളോടും ഞാൻ കൈമാറുകയാ. സ്തോത്രം. നമ്മൾ പ്രാകൃത ശരീരത്തിൽ ഇരിക്കുക, പ്രാകൃത മനുഷ്യനായിരിക്കുക. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, ഇന്ന് രാത്രികാലം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ നീ വിതയ്ക്കുന്നത് ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ശരിയാണെങ്കിൽ, നീ വിതയ്ക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ ഈ ശരീരം തകർന്നു പോകുന്നെടുത്ത്, ഈ ശരീരം മണ്ണിന് വിട്ടുകൊടുക്കുന്ന നാളിൽ അടുത്തൊരു ശരീരം നിനക്ക് വേണ്ടി ഓപ്പൺ ആകുക, അടുത്തൊരു ശരീരം നിനക്ക് വേണ്ടി വെളിപ്പെടുക. അത് ആത്മീയന്റെ ശരീരമാ. ആ ശരീരത്തിന്റെ അകത്ത് രോഗത്തിന് സ്ഥാനമില്ല, ആ ശരീരത്തിന് ഭാരത്തിന് സ്ഥാനമില്ല, ആ ശരീരത്തിന് വേദനയ്ക്ക് സ്ഥാനമില്ല. ഒരാത്മീയന്റെ ശരീരം നിന്നിൽ വെളിപ്പെടുവാനായിട്ടിടയാകും. ആമേൻ. ആമേൻ. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ഒരാത്മീക ശരീരമുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് ഏതൊക്കെ മതാചാര്യങ്ങൾ പറഞ്ഞാല് മരണശേഷം ഒരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞാല് പ്രാർത്ഥിക്കുന്നവനറിയാം, വെളിപ്പാട് കിട്ടിയവനറിയാം മരണശേഷം ഒരു ജീവിതമുണ്ട്. മരണശേഷം ഒരു ജീവിതമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകം എന്റെ ജീവിതത്തെ വായിക്കുന്ന പുസ്തകമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിന് ഒത്തവണ്ണ അതേ ചിന്തകൾ മുമ്പിലോട്ട് പോകുന്ന പുസ്തകമാണെങ്കിൽ പ്രിയ സ്നേഹിത സത്യമാ, മരണശേഷം ഒരു ജീവിതമുണ്ട്. മരണശേഷം ഒരു ജീവിതമുണ്ട്. ആമേൻ. നീ പ്രാകൃത മനുഷ്യനാ. ഈ ഭാരങ്ങളെല്ലാം നിന്നിലുണ്ട്, ഈ പ്രയാസങ്ങളെല്ലാം നിന്നിലുണ്ട്. ഒരുപാട് കഷ്ടം പേര് നീ പോവുകയാ. ആത്മീക ലോകത്ത് പോലും നിനക്ക് ഒരുപക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മേഖലകളുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് പോലും സന്തോഷിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. സ്തോത്രം. നിന്റെ ജീവിതം വളരെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കാൻ പോകുന്നത്, വളരെ വേദനയായിരിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് രാത്രി വേദനയുടെ നടുവിൽ നീ പോകുമ്പോഴോ, ഈ നിരാശയുടെ നടുവിൽ പോകുമ്പോഴോ പ്രത്യാശ കൈവിടരുത്, പ്രത്യാശ കൈവിടരുത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ദൈവ പൈതലാണ് താങ്കളെങ്കിൽ ഹല്ലേലൂയ, ഞാൻ കുറിവാക്യം പോലെ വായിച്ചതുപോലെ ഹല്ലേലൂയ, അന്ത്യകാഹളനാദത്തിങ്കൽ ഹല്ലേലൂയ പെട്ടെന്ന് നിന്റെ രൂപത്തിൽ മാറ്റമുണ്ടാകുക, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുക, നിന്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകുക, നിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുക. നിന്റെ കടഭാരങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നിനക്ക് കടഭാരമുണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ, ദുരിതമുണ്ടെങ്കിൽ അത് മാറാൻ പോവുക. ഇന്ന് രാത്രികാല പ്രവചനാത്മാവിൽ പ്രവചന പുസ്തകത്തെ നിങ്ങളോട് കൈമാറുകയാ. നൊടി നേരത്തിനുള്ളിൽ നിന്റെ സാഹചര്യം മാറാൻ പോകുക, നിന്റെ അവസ്ഥ മാറാൻ പോകുക. അന്ത്യകാഹളത്തിങ്കൽ ഹല്ലേലൂയ കണ്ണുമയ്ക്കുന്നിടയിൽ ഹല്ലേലൂയ നീ രൂപാന്തരപ്പെടാൻ പോവുക. ആമേൻ. ഹല്ലേലൂയ. നീ രൂപാന്തരപ്പെടാനായിട്ട് പോവുക. പ്രിയമുള്ളവരെ, അതുകൊണ്ടാ പറഞ്ഞ പ്രാകൃത മനുഷ്യനാണോ ഈ ഭൂമിയിൽ നിനക്ക് ഭാരമുണ്ട്, പ്രാകൃത മനുഷ്യനാണോ നിനക്ക് കഷ്ടമുണ്ട്. പക്ഷെ പ്രാകൃത മനുഷ്യനായിരിക്കുമ്പോ നിനക്ക് വിതയ്ക്കാൻ കഴിയും, വിതയ്ക്കാൻ വഴിയാ. അല്ല, നീ പ്രാകൃത മനുഷ്യനായിരിക്കുമ്പോ നല്ല മണ്ണിൽ നല്ലത് വിതച്ചാൽ ഹല്ലേലൂയ, നിന്റെ ജഡത്തിൽ നീ ആയിരിക്കുമ്പോ ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ഹല്ലേലൂയ, ഇത് നഷ്ടമാകുന്ന അടുത്ത സെക്കൻഡിൽ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന ഒരാത്മീയ ശരീരം, ഒരാത്മീയ ശരീരമുണ്ട്. പ്രിയമുള്ളവരെ, ഒരാത്മീയ ശരീരമുണ്ട്. ആമേൻ. ഹല്ലേലൂയ.
സുവിശേഷ വേലയ്ക്കകത്ത് സ്തോത്രം മുമ്പിലോട്ട് പോയിട്ടും ഒന്നും ചിലപ്പോ മിച്ചം പിടിക്കാനില്ല. ഹല്യ ഒരുപക്ഷെ ഭക്ഷണത്തിന് പോലും നീ ഹല്ലേലൂയ കാത്തിരുന്ന അനുഭവം ഉണ്ടായിരിക്കാം. നീറുന്ന വേദനകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, നീറുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ സ്തോത്രം, പ്രത്യാശ കൈവിടരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം പെട്ടെന്ന് നിന്റെ ശരീരഘടന മാറുക. ആ ദൈവത്തിന്റെ ശബ്ദത്തിങ്കൽ നിന്റെ സകല സാഹചര്യം മാറുക. ഹല്ലേലൂയ. അതിനോടൊപ്പം തന്നെ ഒരു ദൂരം കൂടി കൈമാറട്ടെ. നീ ഇന്ന് ജീവിക്കുമ്പോ, നീ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ നിന്റെ ഭാരം മാറാ, നിന്റെ പ്രയാസം മാറാ. ഇന്നൊരു രാത്രി നീ അനുഭവിക്കുന്ന കഷ്ടം മാറുക, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുക, നിന്റെ കുടുംബത്തെ ഉപേക്ഷിക്കുക, നിന്റെ ഒരു വീണ്ടെടുപ്പുകാരന്റെ കര ഇന്ന് രാത്രികാലം ചലിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഏത് ഭാരത്തിൽ എന്നെ കേട്ടാലും, നീ ഏത് ഭാരത്തിൽ എന്നെ കേട്ടാലും, ആമേൻ, നീ ഏത് ഭയപ്പാടിൽ എന്നെ കേട്ടാലും, പ്രിയമുള്ളവരെ, ദൈവ മക്കൾക്കുള്ള പ്രത്യാശ വർദ്ധിക്കട്ടെ. നീ ദൈവത്തിന്റെ മക്കളാ, നീ ദൈവത്തിന്റെ പൈതലാ. സ്തോത്രം. ഒരു കുഞ്ഞിനെ ഒരപ്പൻ വെറുതെ ഒന്നും പക്വതയാകത്ത കുഞ്ഞിനെ ഒറ്റയ്ക്കൊന്നും റോഡിൽ വിടത്തില്ല. കാരണം എന്താ? അപകടമെന്ന് അപ്പനറിയാം. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ രക്ഷകർത്താവ് നോക്കിക്കൊണ്ടിരിക്കും, വീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്തിനാ? കുഞ്ഞെന്നറിയാം. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുന്ന ദൈവ മക്കളെ, നീ ദൈവ പൈതലാകുന്ന നിലവാരത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ദൈവ പൈതലായി മാറിക്കഴിഞ്ഞാൽ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു നീ ഒരു ദൈവ പൈതലായി മാറിക്കഴിഞ്ഞാൽ നിനക്കൊരു വലിയൊരു പ്രൊട്ടക്ഷൻ വെളിപ്പെടുകയാ. കഴിഞ്ഞ നാളുകളിൽ രാത്രിയുടെ യാമങ്ങളിൽ നീ സഞ്ചരിച്ചപ്പോ, കഴിഞ്ഞ നാളുകളിൽ നീ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങിയപ്പോ ഉറങ്ങാൻ കഴിയാതെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിന്റെ മുമ്പിലുണ്ടായിരുന്നു. നിനക്ക് ചിരിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നിനക്ക് സന്തോഷിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി നീ ദൈവ പൈതലായി മാറിക്കഴിഞ്ഞ, ഇന്ന് ദൈവത്തിലേക്ക് നീ മടങ്ങി വന്നു കഴിഞ്ഞ, നിന്റെ ഈ പ്രാകൃത ശരീരത്തിന്റെ അകത്ത് നല്ലത് വിതയ്ക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ, രക്ഷിതാവിനെ കാണുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ഹൃദയത്തിന്റെ അകത്ത് എന്റെ കർത്താവിനെ നിനക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അടുത്ത സെക്കൻഡിൽ വെളിപ്പെടാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ ഉറവിടമുണ്ട്. അനുഗ്രഹത്തിന്റെ ഉറവിടത്തിലേക്ക് നിനക്ക് എത്തപ്പെടുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, എത്തപ്പെടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടം മാറാൻ പോവുക. ഈ കണ്ണുനീരെല്ലാം മാറാൻ പോവുക. ഞൊടി നേരത്തിനുള്ളിൽ നിന്റെ അകത്തളങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനായിട്ട് പോകുക. ഹല്ലേലൂയ. ഇന്ന് ഈ കർത്താവിലേക്ക് മടങ്ങി വരാമോ? സ്തോത്രം. കർത്താവിലേക്ക് നിനക്കൊന്ന് മടങ്ങി വരാൻ മനസ്സുണ്ടോ? സ്തോത്രം. ദൈവത്തിലേക്ക് മടങ്ങി വന്ന പ്രിയ സ്നേഹിത, ആർക്കുമില്ലാത്തൊരു പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവത്തിലേക്ക് നീ മടങ്ങി വന്നാൽ ആർക്കുമില്ലാത്തൊരു പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. മരണത്തിലേക്ക് പോകുവാൻ പല നാൾ ആഗ്രഹിച്ചിട്ടും മരണത്തിന് വിട്ടുകൊടുക്കാതെ, പ്രാകൃത ശരീരത്തെ നഷ്ടമാക്കി കളയുവാൻ അനുവദിക്കാതെ, അതിന്റെ അകത്തുള്ള വിലപിടിപ്പുള്ള ആത്മാവിനെ നിത്യ ന്യായവിധിയിലേക്ക് തള്ളിവിടാതെ നിന്നെ സംരക്ഷിച്ച ഒരപ്പൻ ഇന്ന് രാത്രികാലം നിന്നോട് കൈമാറുകയാ. അപ്പന്റെ മകനായി മാറുവാൻ, അപ്പന്റെ മകളായി മാറുവാൻ നിനക്ക് മനസ്സുണ്ടോ? എന്റെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് പ്രിയ സ്നേഹിത നിനക്ക് വേണ്ടിയാ. ജഡത്തിൽ ജനിച്ചവൻ ജഡശരീരം വിട്ടു മാതൃക കാണിച്ചതാ. അടുത്ത സെക്കൻഡിൽ തന്റെ മേൽ വെളിപ്പെടുന്ന മഹത്വമേറിയൊരു ശരീരത്തെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താനാ ഇന്ന് രാത്രികാലം കൈമാറുകയാ. പ്രിയ സ്നേഹിത, ഈ പ്രാകൃത മനുഷ്യനായിരിക്കുമ്പോ നീ പാപത്തിലേക്ക് പോകരുത്. നല്ലത് വിതയ്ക്ക, നീ നല്ലത് സംസാരിക്ക, നീ നല്ലത് ചിന്തിക്ക, നീ നല്ലത് പ്രവർത്തിക്ക. ഹല്ലേലൂയ. നല്ല രീതിക്ക് നീ പ്രവർത്തിച്ചാൽ നല്ലത് നിനക്ക് കൊയ്യുവാൻ കഴിയുക. സ്തോത്രം. ഈ കാലഘട്ടം നിനക്കൊന്ന് ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത്
ഉയരത്തിൽ നിന്ന് വരുന്നതാ എന്റെ കർത്താവിന്റെ രണ്ടാം വരവിൽ, എന്റെ കർത്താവിന്റെ അടുത്ത വരവിൽ. ഹല്ലേലൂയ. നേരത്തിനുള്ളിൽ നിന്റെ സാഹചര്യം മാറ്റുവാൻ ശക്തമായത് നിന്റെ മുൻ വെളിപ്പെടും. സെക്കൻഡിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുക, നിന്റെ ഭാരം മാറും, നിന്റെ പ്രയാസം മാറും, നിന്റെ കഷ്ടത മാറും, നിന്റെ അവസ്ഥ മാറും. സ്നേഹിത, ദൈവത്തെങ്കിലേക്ക് മടങ്ങുക, കർത്താവിലേക്ക് മടങ്ങുക, കർത്താവിനെ കൈക്കൊണ്ട് ഹല്ലേലൂയ നാമത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മകനാകുവാൻ, ദൈവത്തിന്റെ മകളാകുവാൻ നിനക്ക് അവസരം ലഭിക്കും. ഇന്ന് ദൈവത്തെങ്കിലേക്ക് ഒന്ന് മടങ്ങി വാ പ്രിയ സ്നേഹിത. ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നേരത്തിന് മാറ്റിമറയ്ക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. സ്തോത്രം. നീ വിശ്വസിക്കുമ്പോൾ തന്നെ നിന്റെ സാഹചര്യം മാറും, നിന്റെ അവസ്ഥ മാറും. ഹല്ലേലൂയ. കാരണം നീ ദൈവത്തിന്റെ പൈതലാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം നിനക്ക് ഈ പ്രാകൃത ശരീരം ധരിച്ചിരിക്കുന്ന നിനക്ക് അടുത്ത സെക്കൻഡിൽ വെളിപ്പെടുന്ന ആത്മീക ശരീരത്തിന് വേണ്ടി ഒരുങ്ങാൻ മനസ്സുണ്ടോ? പറയണം, കർത്താവേ, ഈ സെക്കൻഡിൽ ഞാൻ മരണപ്പെട്ടാൽ, ഈ സെക്കൻഡിൽ നശിച്ചു പോയാൽ, അടുത്ത സെക്കൻഡിൽ അപ്പ എനിക്ക് വേണ്ടി അപ്പ ഒരു ശരീരം, ഒരാത്മീയ ശരീരം, കഷ്ടമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ആരും കുറ്റം പറയാത്ത, ആരും അവഗണിക്കാത്ത, ആരും തള്ളിക്കളയാത്ത, ആരും തള്ളിപ്പറയാത്ത ശ്രേഷ്ഠമായ ശരീരം അപ്പ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ കാത്തിരിക്കുന്നത് കേവലം ഒരു രോഗസൗഖ്യത്തെ അല്ല, ഞാൻ കാത്തിരിക്കുന്നത് ഒരു സാമ്പത്തിക ലാഭത്തെ അല്ല, ഞാൻ കാത്തിരിക്കുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും നന്മയല്ല, ഞാൻ കാത്തിരിക്കുന്നത് എന്നെ മുഴുവനായി മാറ്റുവാൻ കഴിവുള്ള, എന്നെ പൂർണ്ണമായി മാറ്റുവാൻ കഴിവുള്ള, അടിമുടി എന്റെ ശരീരഘടനയെ, എന്റെ ചിന്താഘടനയെ മാറ്റുവാൻ ശക്തമായ ആ ശബ്ദം, അതെ, ആ കർത്താവിന്റെ ശബ്ദം. അപ്പ അവിടുത്തെ വരവിൽ എന്നെ എടുക്കണേ കർത്താവേ. നിങ്ങൾ തള്ളപ്പെട്ടു പോകാതെ അപ്പ ഞങ്ങളെ കൈക്കൊള്ളണമേ. എത്ര പേർ എന്നോടൊപ്പം ചേർന്ന് പറയുന്നു? ഒരു പക്ഷെ നീ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. പ്രാകൃത ശരീരം നിന്നെ പിന്മാറ്റത്തിലേക്ക് നയിച്ചുവെങ്കിൽ ആ ശരീരത്തിൽ തന്നെ മടങ്ങി വാ. എന്നിട്ട് പറ, അപ്പ ആത്മീക ശരീരം വെളിപ്പെടണം. ആ ദൈവത്തിലേക്ക് മടങ്ങി വാ. നീ വിട്ടിട്ട് പോയ ശുശ്രൂഷയിലേക്ക് മടങ്ങി വാ. നിന്റെ മേലുള്ള വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വാ. ആ ദൈവ ശബ്ദത്തിലേക്ക് മടങ്ങി വാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ ഏത് ഭാരത്തിലായിരുന്നാലും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, അത്ഭുതം ചെയ്യുന്ന, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, സ്വർഗീയ നല്ല പിതാവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയാമത്തിനെ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ
ഞങ്ങളെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും കർത്താവ് അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണം. ഇതിലൂടെ വെളിപ്പെടുന്ന ആത്മിക ശുശ്രൂഷകൾ ഏറെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രോഗത്തിലോ നിരാശയിലോ ഭാരത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവം വിടുവിക്കണം, സൗഖ്യമാക്കണം, കൃപ കൊണ്ട് പൊതിക്കണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ടീമിനെയും അനുഗ്രഹിച്ച് കർത്താവെ അവിടുത്തെ കാര്യത്തിലേക്ക് തരുന്നു. ദൈവം അത്ഭുതം ചെയ്യണം കർത്താവെ. പ്രാർത്ഥന കേട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.